പടവലങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് പടവലങ്ങ ചെറുപയർ തോരൻ. സൂപ്പറായിട്ടുള്ള ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറും പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എരിവിന് 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മൾ പടവലം എടുത്തിട്ടുണ്ട്. പടവലത്തിൻ്റെ തോല് ഇതുപോലെ ഒന്ന് കളയുക. ഉള്ളിലുള്ള സീഡൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഒരു പിടി ചെറിയുള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഒരു 2-3 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴാണ് ഉള്ളി ചേർക്കേണ്ടത്. ഉള്ളി മുരിഞ്ഞ് വരുമ്പോൾ ചെറിയ പീസുകളായിട്ട് സ്ക്വയർ പീസുകളാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പടവലം ചേർത്ത് കൊടുക്കുക. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. കാരണം പടവലത്തിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതിന് വേവുള്ളൂ. ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ഈ ഒരു പടവലങ്ങയിലുള്ള വാട്ടർ കണ്ടൻറ്റ് മാത്രം മതിയാവും അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പം തന്നെ നമുക്കറിയാം അതിൽ ഇത് കണ്ടില്ലേ, ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും പടവലങ്ങേൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സവോള, ചെറിയൊരു സവോളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെന്ത് വന്ന പടവലങ്ങയിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു അരപ്പ് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ചേർത്ത് 2-3 മുളകും കൂടി ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഒരു അരപ്പ് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് ഈ ഒരു മസാലയൊന്ന് മൂത്ത് വരുന്നത് വരെ, ഈ ഒരു ചതച്ച അരപ്പൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മളൊന്ന് ഈ ഒരു പടവലത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് തന്നെ പടവലം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പടവലങ്ങ വേവിക്കാൻ വെച്ചതിലേക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വളരെ പെട്ടെന്നാണ്, എന്നാൽ ഒരുപാട് രുചിയുള്ളതാണ്, ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പടവലങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങിക്കഴിക്കുന്ന റെസിപ്പി ആയിട്ട് ഇത് മാറും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കുന്ന നമ്മൾ വീടുകളിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കറികളുടെ തോരൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ചെയ്യുന്ന റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.